ഹായ് ഫ്രണ്ട്സ്, ഞാൻ റിൻസി ജോൺസൺ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ രാവിലെ ഒരു കപ്പ വേവിക്കാമെന്ന് വെച്ചു. കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ എല്ലാവരും പറയും ഗ്യാസാണ്, നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇത് രാവിലെ എന്നില്ല, ഉച്ചയ്ക്കെന്നില്ല, വൈകിട്ടെന്നില്ല, ഏത് സമയത്ത് വേണേലും ഈ ഒരു ഞാൻ പറയുന്ന ഒരു രീതിയിൽ കപ്പ വേവിച്ചാൽ നിങ്ങൾക്ക് എപ്പോൾ വേണേലും കഴിക്കാം. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഇറച്ചിയോ മീനോ കറിയോ ഒന്നും വേണ്ട. ഞാൻ കാണിച്ചു തരുന്ന ഒരു തൈര് ചമ്മന്തി മാത്രം മതിയാവും നിങ്ങൾക്ക് ഇഷ്ടം പോലെ കഴിക്കാൻ. ഇന്നത്തെ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കപ്പ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഒന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഞാനിന്ന് ഒരു കുക്കറിലാണ് കപ്പ വേവിക്കുന്നത്. കാര്യം വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഈ സ്റ്റൗ ഒക്കെ ആയതുകൊണ്ട് മൺകലം ഒന്നും അടുപ്പ് വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുക്കറിൽ വെക്കാം. അത് തന്നെയല്ല, കപ്പയ്ക്ക് നല്ല വേവുള്ള സമയമാണിപ്പം, വെയിലത്ത് നിന്നിട്ടേ. അപ്പോൾ പറിക്കുമ്പോൾ എന്തായാലും ഒരു 2 വിസിലെങ്കിലും അടിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കുക്കറിലെടുത്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഞാൻ വെള്ളം ഒഴിച്ച് പാകത്തിന് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് പച്ചമുളക്, അതുപോലെ കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കുക്കർ അടച്ചിട്ടാണ് നമ്മളിത് വേവിക്കുക. നമുക്ക് പച്ചമുളക് 2 പച്ചമുളക് 2ആയിട്ട് മുറിച്ചിട്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് ഉപ്പിടണം. 2 സ്പൂൺ ഉപ്പിട്ടേക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഞാൻ കുക്കർ അടച്ചിട്ട് സ്റ്റൗ ഒന്ന് കത്തിക്കാം. നമ്മുടെ കപ്പ അവിടെ ഇരുന്ന് ഇങ്ങനെ വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് ഒരു അരപ്പ് വേണമല്ലോ. അപ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങ വേണം. അതുപോലെ തന്നെ ചെറിയ ഉള്ളി, ഒരു 3 ചുള ചെറിയ ഉള്ളി. അതുപോലെ തന്നെ അത് നിങ്ങളുടെ കപ്പയുടെ അളവിനനുസരിച്ച് കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില വേണം. പിന്നെ കാന്താരി മുളക്. പിന്നെ നമുക്ക് ഇതൊന്ന് നല്ലപോലെ നമ്മൾ എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നവരെ ഈ മസാല ഇത് ഞാൻ പറയട്ടെ, ഈ നമ്മളിങ്ങനെ അരച്ച് വെച്ചത് ഈ തേങ്ങ എല്ലാം കൂടെ, തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, കാന്താരി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ അരച്ചിട്ട് അങ്ങനെ അരച്ച് വെച്ച സാധനമാണിത് കേട്ടോ. ഇത് ഞാൻ ഇപ്പം ഒരു 5 കിലോ കപ്പയ്ക്കുള്ളത് അരച്ചിട്ടുണ്ട്. കാര്യം വെച്ചാൽ എനിക്ക് ഇത്രയും തികയില്ല. ഇതിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇത്രയും കപ്പ വേവിക്കുന്നേ ഉള്ളൂ. ഞാനൊരു 5 കിലോ കപ്പ വേവിക്കുന്നുണ്ട്. ഇത് കുറച്ചിപ്പോൾ എടുത്ത് വെച്ചേക്കുവാണ്. ഇവിടെ എനിക്ക് ഇന്ന് നമ്മുടെ കുടുംബക്കാരെല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു 5 കിലോയോളം കപ്പ വേവിക്കുന്നുണ്ട്. അതിന് ചേർന്ന മസാലയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. തേങ്ങ, അതിന് ചേർന്ന തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കാന്താരിയും മഞ്ഞൾപ്പൊടിയും ചെറിയുള്ളി, ഇത്രയും സാധനം. ഇഞ്ചിയും വെളുത്തുള്ളിയാണ് നമുക്ക് ഈ ഗ്യാസ് ഉണ്ടാവാതെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏത് സമയത്ത് വേണേലും നമുക്കിത് കഴിക്കാവുന്നത്. അങ്ങനെ 5 കിലോ കപ്പയ്ക്കുള്ള അരപ്പ് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇനിയും നല്ലപോലെ ഒന്ന് കടുകൊക്കെ പൊട്ടിച്ച് ഇതിൻ്റെ ജലാംശമൊക്കെ വറ്റിച്ച് നമ്മൾ നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കും. അപ്പോൾ അത് ഞാൻ 2ാമത്തെ സ്റ്റേജിൽ നമുക്ക് പറഞ്ഞു തരാം. അപ്പം ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ തേങ്ങ ചായച്ച് ഒതുക്കി വെച്ചേക്കുവാണ്. ഇനിയും ഇതിന് നമുക്ക് ഇറച്ചിയും മീനും ഒന്നും കറിയില്ല കേട്ടോ. നമുക്കിതിനൊരു തൈര് ചമ്മന്തിയാണ്. അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ കപ്പയൊന്ന് വെന്തോട്ടെ. നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് ഊറ്റി ഓട്ടപാത്രത്തിലൊക്കെ ആക്കിയിട്ട് ഇതാകണ്ടോ, ഇതുപോലൊരു ഓട്ടപാത്രത്തിലോട്ടാക്കി നമുക്ക് കപ്പയൊന്ന് ഊറ്റിയെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മുടെ കപ്പ ഊറ്റിയെടുത്ത് കണ്ടോ, എടുത്ത് വെച്ചേക്കുന്നുണ്ടോ. ഇനി നമുക്ക് അതിലേക്കുള്ള അരപ്പ് ഒന്ന് മൂപ്പിക്കണം. അപ്പോൾ നമുക്കതിന് ഇതെടുത്ത് ഇങ്ങോട്ടേക്കൊന്ന് വെച്ചിട്ട് നമുക്ക് ഒരു ചട്ടി എടുത്ത് നമുക്ക് വയ്ക്കാം. എന്നിട്ട് സ്റ്റൗ ഒന്ന് കത്തിക്കാവേ. ഞാൻ ചട്ടി എടുത്ത് അടുപ്പേ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് കുറച്ച് ചെറിയുള്ളി, കടുക് പൊട്ടിച്ചിട്ട് ചെറിയുള്ളിയും ഒക്കെ മൂപ്പിച്ച്, കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് നമുക്കൊന്ന് വറുത്തെടുത്തിട്ട് അതൊന്ന് മാറ്റി വെക്കാം. അത് എന്തിനാണെന്നറിയോ, നമുക്ക് വീട്ടിലാണെങ്കിലും ഉണ്ടാക്കുമ്പം നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി ഒന്ന് ഗാർണിഷൊക്കെ ചെയ്തിട്ട് കൊടുക്കുമ്പോൾ എല്ലാവർക്കും കപ്പ ഒരു വ്യത്യസ്തമായ രീതിയിൽ കാണുമ്പോൾ കഴിക്കാനൊരു മോഹം ഉണ്ടാവില്ലേ. അപ്പോൾ നമുക്കും അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ. നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിക്കാം.
3 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇത്തിരി ഷോയ്ക്ക് ഇച്ചിരി നന്നായിട്ടിരുന്നു. ഒരു 3 വറ്റൽമുളകും കൂടെ കേട്ടോ, 3-4 വറ്റൽമുളക് അതും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാവേ. ഇതൊക്കെ ഒരു ഗാർണിഷിങ്ങിനും നമുക്ക് നമ്മുടെ കപ്പയൊക്കെ കഴിക്കാൻ നല്ല ഒരു എന്താ പറയുക, ഒരു ഷോയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് തേങ്ങാപ്പീരയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുവാണേ. ഇതും നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം. തേങ്ങാപ്പീരയൊക്കെ ഒന്ന് നന്നായിട്ട് ചുമക്കട്ടെ. ഇനി നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ അരപ്പിട്ട് കൊടുക്കുവാണേ. ഇത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ അരച്ച് വെച്ച ഈ അരപ്പ് ഇട്ട് കൊടുക്കുവാണേ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് ഏറെ കപ്പയുണ്ട്, 5 കിലോ കപ്പയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര അരപ്പെടുത്തത്. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ കപ്പയ്ക്ക് ഉപ്പുണ്ട്. അങ്ങനെ നമ്മുടെ അരപ്പ് ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പോലെ ജലാംശം വറ്റണം കേട്ടോ. ജലാംശമൊക്കെ പോയി നല്ല പോലെ ആ ഒരു എന്താ പറയുക, നമ്മൾ വറക്കുമല്ല, എന്നാൽ അത് നല്ല പോലെ ഒന്ന് ചൂടായി നല്ല പോലെ ആ ഒരു ആ തേങ്ങയുടെ ഒരു കളറ് വലുതായിട്ട് മാറണം. എന്നാലും ഒരു പരുവത്തിലാകുന്നവരെ നമുക്ക് ഒന്ന് നോക്കാം. ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്, കപ്പയ്ക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതിനനുസരിച്ച് നോക്കിയിട്ടേ ഇടാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എത്ര കിലോ കപ്പയാണ് ഉള്ളത് അതിനനുസരിച്ച് തേങ്ങ എടുത്താൽ മതിയാവും. ഇപ്പോൾ 1 കിലോ കപ്പയാണ് നിങ്ങൾ വേവിക്കുന്നതെങ്കിൽ ഒരു അരമുറി തേങ്ങയുടെ ആവശ്യം ഉണ്ടാവുള്ളൂ, അരമുറി വേണ്ടി വരില്ല. അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഇഞ്ചിയും വെളുത്തുള്ളിയും മറക്കരുത്. കാന്താരി എല്ലാവർക്കും കിട്ടണമെന്നില്ല, പച്ചമുളക് മതിയാവും. പിന്നെ കറിവേപ്പിലയും പിന്നെ നമ്മൾ അതുപോലെ മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് ചെറിയുള്ളിയൊക്കെ ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് മിക്സ് ചെയ്യാം. കപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ മറ്റേ കപ്പയും കൂടെ എടുത്തിടാവേ. കുറച്ച് കപ്പ ഇട്ടു, കുറച്ച് മസാല ഇട്ട് ബാക്കി കപ്പയും കൂടെ. ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ അമ്മച്ചിമാരൊക്കെ ചിരട്ടത്തവിയുടെ കണ വെച്ചിട്ടാണ് കപ്പ കുഴയ്ക്കാറ്. ഇതൊന്ന് നമുക്ക് ഉടച്ചിട്ട്
ചിരട്ടത്തവിയുടെ കണ വെച്ചിട്ട് നമുക്ക് കുഴയ്ക്കാം. അങ്ങനെ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സെറ്റായി ഇരിപ്പുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. നമുക്ക് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് ഇടാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കപ്പ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയൊക്കെ വെച്ച് കൊടുത്താൽ കുഞ്ഞുങ്ങളും വലിയവരും ഒക്കെ കഴിക്കാതിരിക്കുമോ? നോക്കിക്കേ, ഇത് പോരാ കേട്ടോ, നമുക്ക് ഇതിന് നല്ലൊരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കണം, ഒരു തൈര് ചമ്മന്തി. നമ്മുടെ ഇതിനകത്ത് നമ്മുടെ കാന്താരിമുളകും ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും ഉപ്പും കൂടെ ചേർത്ത് ഞാൻ അരച്ച് വെച്ചേക്കുവാണ്. കേട്ടോ, ഇതിനകത്ത് കാന്താരിമുളക്, ചെറിയുള്ളി, കാന്താരിമുളക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകാണെങ്കിലും എടുക്കാം കേട്ടോ. ചെറിയുള്ളിയും കാന്താരിമുളകും, ഞാൻ കാന്താരിമുളക് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു 2 അല്ലി കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടെ നന്നായിട്ട് മിക്സിയുടെ ജാറിൽ നിന്നിട്ട് അരച്ച് എടുത്ത് വെച്ചേക്കുവാണ്. ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ ചാലിച്ചും കപ്പയുടെ കൂടെ കഴിക്കാം. ഇല്ല, ഞാനിപ്പോൾ തൈരിലാണ് കുറച്ച് ചാലിക്കുക. ഞാനിതിപ്പം കുറച്ച് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഇതെടുക്കാം. കുറച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പാകത്തിന് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ തൈര് ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. എരിവിനനുസരിച്ച് വേണം നിങ്ങൾ പച്ചമുളകാണേലും കാന്താരിമുളകാണേലും ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഞാനിപ്പോൾ ഒരു മീഡിയം നമുക്ക് ആവശ്യത്തിനുള്ള ഒരു എരിവൊക്കെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ കണ്ടോ, നമ്മുടെ കപ്പയും തൈര് ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ കപ്പ വേവിക്കുന്നവരാണല്ലോ, ഈ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കൂ. അതിന് ഇതുപോലെ ഒരു തൈര് ചമ്മന്തിയും കൂടെ ഒന്ന് ഉണ്ടാക്കി ഒന്ന് കൊടുത്തു നോക്കൂ. അടിപൊളിയായിരിക്കും കേട്ടോ. എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി നമുക്ക് പുതിയൊരു ഡിഷുമായിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. അപ്പം ബൈ.